ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന കാലത്ത് സുരേഷ് ഏട്ടൻ, മെനക സുരേഷ് എന്ന പേരിലാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. രേവതി കലാമന്ദിർ എന്ന് പറയുന്ന ബാനറാണ്. ആ സിനിമയുടെ കാലത്ത് മോഹൻലാലിന് ഞാൻ ഇത്രേ പൈസ കൊടുത്തിട്ടുള്ളൂ, എനിക്കിപ്പോഴേ ഇത്രേ പൈസ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. സുരേഷ് ഏട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ മമ്മൂട്ടി വിളിച്ചിരുന്നു, ദിലീപ് വിളിച്ചിരുന്നു, സുരേഷ് ഗോപി വിളിച്ചിരുന്നു, മോഹൻലാൽ വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. കാരണം മോഹൻലാലിൻ്റെ വില ഇത്ര ആയിട്ടുണ്ടാവും, മമ്മൂട്ടിക്ക് ഇത്ര, പൃഥ്വിരാജിന് ഇത്ര ആയിട്ടുണ്ടാവും. അതനുസരിച്ച് കൊടുത്ത് സിനിമ എടുക്കാൻ തയ്യാറാവുന്ന ആളുകളോട് സിനിമ ചെയ്യുന്നുണ്ട്. സിനിമയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സീരിയൽ നടൻ എന്ന് പറയുന്ന ഒരു മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും കാറ്റഗറൈസേഷൻ ചെയ്യുന്നുണ്ട്. നാഥനില്ലാത്ത കളരിയാണ് അമ്മ എന്നുള്ള പ്രയോഗമൊക്കെ നടത്തി. അതിൻ്റെ കാര്യമൊന്നുമില്ല. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് മറ്റേ ഷോ നടത്തിയിട്ട് കോടികൾ ചിലവാക്കിയത് ഈ കമ്മിറ്റിയാണ്. പിന്നെ എങ്ങനെയാണ് അത് നാഥനില്ലാത്ത കളരിയാണ്? സിനിമയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. അരികെ പോലത്തെ ഒരു വിഷയം ഇന്ന് പറയേണ്ടതുണ്ട്. ഏറെ കൺട്രോളർ മുരുകനായിരുന്നു. അപ്പൊ മുരുക എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി മുരുക അതെ, ലാലേട്ടന്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സെന്തിലിന്റെ മകനായിട്ടും അഭിനയിച്ചു, മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്റെ മോളെ ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളത് എനിക്ക് റോണി അല്ലാതെ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വേറെ ആരും കാണാനേ പറ്റുന്നില്ലായിരുന്നു. സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ മാപ്രയാണോ? ഒരു ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണല്ലോ അതിന്റെ ലിഷൻ ഷീഫും ഒരു മധ്യസ്ഥ രീതിയിലും പത്രസമ്മേളനം നടത്തും. പിന്നെ സമരം നടന്മാരോടല്ല, ഞങ്ങൾക്ക് ഗവൺമെന്റിനോടുള്ള ഇതാണെന്നുള്ള രീതിയിൽ വേറെ പ്രസ്താവന വരും. ക്ലാരിറ്റി പോലും ഇല്ല ഇതിന്റെ കാര്യം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിൽ ഇന്ന് അരികിന്റെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ഉള്ളത് ഇർഷാദിക്ക, ധന്യ ആൻഡ് സനോജ് ചേട്ടൻ. 3 പ്രഗത്ഭരായിട്ട് ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. പിന്നെ അരികിന്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഇർഷാദിക്ക എനിക്ക് തോന്നുന്നു ഭയങ്കര പഞ്ച്വൽ ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. ഇന്ന് ഏറ്റവും ആദ്യം എത്തിയതും ഇർഷാദിക്ക തന്നെയാണ്, അങ്ങനല്ലേ? ആണോ? സൈറ്റിലും ഇങ്ങനെ തന്നെയാണോ? ഇർഷാദിക്ക ഭയങ്കര പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണ്. ഇന്ന് ഏറ്റവും ആദ്യം ഓടി എത്തിയത് ചേട്ടൻ. ഞാൻ പറഞ്ഞത് അത്രയും ടൈമിങ് അഭിനയത്തിലുണ്ടെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. സൂപ്പർ സ്റ്റാർ അല്ലേ? അങ്ങനല്ല, എൻ്റെ സമയം പാലിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇന്നിത്തിരി വൈകിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ സമയം എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സാധനം. ബാക്കി എന്തും നമുക്ക് തിരിച്ചു പിടിക്കാവുന്ന ഒന്നാണ്. സമയം അത് പോയത് തന്നെയാണ്. അപ്പോൾ കൃത്യസമയം പാലിക്കുക എന്നുള്ളതൊരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ തന്നെ എന്നെ ട്രോളാറുള്ളത് അത്രയും ടൈമിങ് അഭിനയത്തിലുണ്ടായിരുന്നെങ്കിൽ ചുമ്മാ പറഞ്ഞു. എനിക്ക് സിനിമയെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു സോഷ്യൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. അതുപോലെ തന്നെ ഒരു 3 തലമുറയുടെ കഥ പറഞ്ഞു പോകുന്ന വളരെ വലിയൊരു ജേർണിയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അത് അതിനെക്കുറിച്ച് ഡയറക്ടറിനെ തുടങ്ങിയേക്കുന്നത് ഇതൊരു ഈ പറഞ്ഞ പോലെ 3 തലമുറകളുടെയൊക്കെ കഥയാണ്. പക്ഷെ ഇതൊരു കുടുംബത്തിന്റെ കഥയാണ്. അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 3 തലമുറയുടെ കഥ എന്ന് പറയുമ്പോൾ കാലഘട്ടം അതിലേക്ക് വരും. ആ കാലഘട്ടം സ്വാഭാവികമായിട്ടും വരുന്ന രീതിയിലേക്ക് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നരേറ്റീവിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇത് 1964 തുടങ്ങിയിട്ട് ഇപ്പൊ അവസാനിക്കുന്ന ഒരു കഥാപാത്രം 1964 മുതലുള്ള 1964 മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു ജേർണിയാണ്. 64ന്റെ ഒരു പ്രത്യേകതയും ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. അതായത് 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്ന ഒരു സംഭവമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു കഥയാണ്. 3 തലമുറകളിലൂടെ കഥ പോകുന്നു. പക്ഷേ ഒരു കുടുംബത്തിന്റെ കഥയിലൂടെ തന്നെയാണ് പോകുന്നത്. ആ രീതിയിൽ അതിൻ്റെ ഒരു സോഷ്യൽ ബാക്ക് ഡ്രോപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ രീതിയിൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സനോജേട്ടൻ എനിക്ക് തോന്നുന്നൊരു ജേർണലിസ്റ്റും ഒക്കെ കൂടെ ആയത് കാരണം കുറേ അധികം ഡീറ്റെയിലിങ്സും എലമെന്റ്സും ഒക്കെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചിലപ്പോൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലേ? അല്ല, തീർച്ചയായിട്ടും റിയലിസം ആണല്ലോ നമ്മുടെ ജോലിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള റിയലിസം നമ്മൾ സിനിമയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മറ്റൊരു മാപ്രയാണോ?
മാധ്യമപ്രവർത്തകനാണ്, പക്ഷെ മാത്രമേ അതാണ് ഇപ്പൊ ഈ റിയലിസം എന്നൊക്കെ പറയുമ്പോ ഈ മാധ്യമപ്രവർത്തകരുടെ അതെ, മാധ്യമപ്രവർത്തനാണ് ഞാൻ. 18 വർഷത്തോളമായിട്ട് മാധ്യമപ്രവർത്തനാണ്. നേരത്തെ ദീർഘകാലം മാതൃഭൂമിയിലും ഒക്കെ ആയിരുന്നു, പിന്നെ ഏഷ്യാനെറ്റിലൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞൊരു ചാനലിലാണ്. അപ്പോൾ അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പം കഥയുടെ നറേറ്റീവ് ഉണ്ടാക്കുന്നതിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ ആ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു അതിൻ്റെ ഒരു ലെവൽ, അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ, ഇപ്പോൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യന്മാരാണെങ്കിലും വലിയ രീതിയിലുള്ള മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പം ആ രീതിയിൽ അത് മാക്സിമം നമ്മൾ ആ രീതിയിൽ. സനോജ് ഒരു യാത്രികൻ കൂടിയാണ്, അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് വേറെ രീതിയിലുള്ള നമ്മുടെ സിനിമ മറ്റൊരു സനോജിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, DC ഇറക്കിയിട്ട് ഒരു പുസ്തകമുണ്ട്. സനോജ്, ആ പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു? ഒരു ദേശം പല ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതൊരു ഇന്ത്യൻ ട്രാവലോഗാണ്. ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് യാത്ര ചെയ്തതിൻ്റെ ഒരു റിപ്പോർട്ടേഷനാണ് അത്. സനോജ് പോലെ തന്നെ UP യിലൊക്കെ അല്ലേ പത്രപ്രവർത്തകനായിട്ട് ഒരുപാട് കാലം യു പിയിലും കൊൽക്കത്തയിലും ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമയിലെ ഒരു പോർഷൻ നടക്കുന്നത് UP യിലാണ്, ലക്നൌവിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ കാലത്തെ അനുഭവവും അറിവും വെച്ചിട്ടുള്ള അതും കൂടി ഈ സിനിമയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. മാധ്യമപ്രവർത്തകനായതുകൊണ്ട് കൂടെ തീർച്ചയായിട്ടും കുറെ റിയൽ സ്റ്റോറികൾ അറിയാം. ഇതിപ്പോ ഒരു റിയൽ സ്റ്റോറി അല്ല, എന്നിരുന്നാൽ കൂടെയും കുറെ അധികം സത്യങ്ങൾ അറിയാവുന്ന ഒരാളായതുകൊണ്ട്. അങ്ങനെ ആരാ പറഞ്ഞ റിയൽ സ്റ്റോറി അല്ല? റിയൽ സ്റ്റോറി അല്ല, പോയോ ഈശ്വര, അത് പറഞ്ഞ ചേട്ടൻ ഇവിടെ കാണില്ലല്ലോ, വെള്ള ഷർട്ടിന്റെ ചേട്ടൻ. റിയൽ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് ഇത്, ഒറിജിനൽ സ്റ്റോറിയാണ്, നടന്നിട്ടുള്ള സ്റ്റോറിയാണ്. അങ്ങനെയല്ല, അവിടുന്ന് എടുത്തല്ല, ഒരാളുടെ ലൈഫിൽ നിന്ന് എടുത്തല്ല, ബട്ട് പലരുടെ ലൈഫ് റിലേറ്റഡ് ആണ്. അതിലേക്കായിരുന്നു ഞാൻ വന്നത് ആക്ച്വലി. അപ്പൊ കുറെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കണമല്ലോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ. ഇത് റിയൽ ആണ്, അതായത് റിയൽ എന്ന് വിചാരിക്കുന്നതിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒരാളുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമല്ല, ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിന്റെ ഒരു ഘട്ടത്തിലുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കുന്നംകുളത്ത് ഇരുന്നിരിക്കാം എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന കഥാപാത്രമാണ്. പക്ഷെ ഒരുപക്ഷെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് ധാരാളം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇന്നത്തെ നിലവിലുള്ള സോഷ്യൽ റിയാലിറ്റിയിലേക്ക് തന്നെ വരുന്നത് എല്ലാം ആ രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ ഉള്ളൊരു സിനിമ കാണുമ്പം കൂടുതൽ മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. രഹസ്യമൊന്നും പുറത്തു വിടത്തില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ആലോചിക്കാന്ന്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 3 ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇർഷാദ് പപ്പ മോനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സെന്തിൽ ചേട്ടൻ, ഞാൻ മോനാന്ന് പറയൂ. ഇതിനു മുമ്പ് ഒരു ഇനാഗ്രേഷൻ ഞാൻ ഇർഷാദിനെ കാണുമ്പോൾ ഇവിടം വരെ വെള്ള താടിയൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സുകൂടെ മേലത്തെ ലുക്കിലായിരുന്നു അന്ന് വന്നത്. രഹസ്യം പറയാൻ പാടില്ല കേട്ടോ, ഇന്നത്തെ രഹസ്യം. സെന്തിലാണ് അച്ഛൻ, ഞാൻ മകനാണ്, സെന്തിൽ ചേട്ടന്റെ മകനായിട്ടാണ് കേട്ടോ ഇർഷാദ്. ഭാഗ്യം നോക്കണേ, ഞാൻ മോഹൻലാൽ ലാലേട്ടന്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സെന്തിലിന്റെ മകനായിട്ടും അഭിനയിച്ചു, മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒരു റീൽ ഇപ്പോ റീസെന്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇർഷാദിക്കയുടെ പഴയ ഒരു റീലും ഇപ്പോ ഉള്ള മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു ഇപ്പോഴും സജീവമായിട്ട് തന്നെ പോകുന്നു, അന്നത്തെയും ഇന്നത്തെയും വെച്ചിട്ടുള്ളൊരു. ഇതൊന്നും അറിയുന്നില്ല, പബ്ലിക്കിൽ ഭയങ്കര വൈറലാ. ഇർഷാദ് അറിയുന്നില്ല എന്നാണ്. അല്ല, ഞാൻ കണ്ടില്ല. മറ്റേ ലാലേട്ടന്റെ കൂടെ ഉള്ളൊരു സാധനം കണ്ടു, 95 ഫോട്ടോ ഞാനൊക്കെ കൂടിയിട്ട് 2025 ഫോട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇർഷാദ് ഖാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ എനിക്ക് തോന്നുന്നു ലീഡിങ്ങിൽ നിന്ന കുറേ അധികം നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നയൻതാരന്ന്, കാവ്യമാധവൻ, നവ്യ നായർ, ഇവരുടെയൊക്കെ കൂടെ, മീര ജാസ്മിൻ, ഇവരുടെയൊക്കെ കൂടെ കുറേ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കൊച്ചി രാജാവിലൊക്കെ വേണമെങ്കിൽ കാവ്യമാധവന്റെ ഒരു ഹീറോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ തന്നെ ഭക്തജനങ്ങളിൽ എന്റെ ഹീറോ ആയിട്ട് കാവ്യമാധവൻ ഉണ്ടായിരുന്നു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്റെ ഭാര്യയാണ് ഉണ്ടായിരുന്നു. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കൂടെയൊക്കെ കുറെ അധികം ഹീറോ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ, സുന്ദരികളായിട്ടുള്ള നായികമാരുടെ കൂടെ ഒത്തിരി നല്ല റോളുകൾ അഭിനയിച്ചിട്ടുള്ള ആൾ കൂടെയാണ് ഇർഷാദ് ഖാൻ. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ നമ്മുടെ നായികമാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുള്ള നായികമാര്, അവരിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു കുറെ അധികം വ്യത്യാസങ്ങളുള്ള
ആൾക്കാരാണ്. അതായത് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ നായികമാരായിട്ട് കൂടുതൽ നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ വരുന്ന നായികമാരൊക്കെ വളരെ കുറച്ച് സമയമാണ് അവരുടെ ആയുസ് നിൽക്കുന്നത്. 2 സിനിമയിലൊക്കെ അഭിനയിച്ച പിന്നെ നായികമാരെ കാണാൻ അതെല്ലാ കാലത്തും ഉണ്ട് മോളെ. ചെറിയ പ്രായത്തിലുള്ള നായികമാരാണ് ഇപ്പൊ ഉണ്ടാവുന്നത്. ശോഭന എത്രാമത്തെ വയസ്സിലാവുന്നതെന്ന് അറിയോ? ചെറുപ്പത്തിലായിരുന്നു. വിരാസ്മിനൊക്കെ വരുമ്പോൾ അത്ര പ്രായമൊന്നുമില്ല. കാവ്യ വരുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ചന്ദ്രദിക്കതില്ല. എല്ലാ കാലത്തും നായികമാരങ്ങനെ നായകന്മാർക്ക് മാത്രമാണ് പ്രായമാവുക. പിന്നെ കുറെ കഴിയുമ്പോൾ അവരമ്മയായിട്ട് വരെ അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് വരും. നായകൻ ഭാര്യയായിട്ട് അഭിനയിക്കും, അല്ലെങ്കിൽ ഒരു കാലത്ത് മോളായിട്ട് അഭിനയിക്കും. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി തന്നെ അമ്മയായിട്ട് അഭിനയിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പലരും. സാഗർ എന്ന് പറയുന്ന സീരിയലിൽ കുറേ അധികം നല്ലൊരു ക്യാരക്ടർ അഭിനയിച്ച് കുറേ അധികം ജനപ്രീതി നേടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇപ്പോൾ പക്ഷേ സീരിയലിനൊക്കെ കുറേ അധികം ഒരുപാട് വിമർശനങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. സീരിയൽ കുടുംബജീവിതത്തിനാകെ പ്രശ്നമാണ്, സീരിയൽ നിർത്തണം, അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയിലേക്കൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നല്ല ക്യാരക്ടറൊക്കെ അഭിനയിച്ച് വെച്ച ഒരാളെന്ന നിലയ്ക്ക് ഇർഷാദിക്ക അങ്ങനെ പ്രതികരിക്കുമോ? അല്ലെ, നമ്മുടെ പ്രായമായ ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നത് 40-50 വയസ്സൊക്കെ ഞാൻ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന സിനിമ തുടങ്ങിയപ്പോഴാണ്, അതിന് ജസ്റ്റ് മുമ്പാണ് ഞാൻ സീരിയൽ, ഇനി തൽക്കാലത്തേക്ക് സീരിയൽ അഭിനയിക്കുന്നില്ല. സിനിമയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സീരിയൽ നടൻ എന്ന് പറയുന്ന ഒരു മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇപ്പോഴെല്ലാവരും അഭിനയിക്കുന്നുണ്ട്. എന്നാലും അതൊരു കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോധപൂർവ്വം ഞാൻ കുറേ കാലം സീരിയൽ അഭിനയിച്ചാലേ എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നെ പറയും, നിങ്ങൾ കുറേ കാലമായി ഇവിടെ കിടന്ന് കളിക്കുന്നത്, സിനിമയിൽ പോയി ചെയ്യണം, ഇവിടെയൊക്കെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കൊക്കെ വന്നു. ആ സമയത്ത് അപ്പോഴും നമ്മൾ സിനിമ അങ്ങനെ ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അതന്നെ ഇന്നും പറയാനുള്ളത്, സീരിയൽ എൻ്റെ ചോറാണ്, സിനിമ എൻ്റെ ചോരയാണെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ നാളെ സീരിയലിലേക്ക് പോവില്ല എന്ന് ഞാൻ പറയില്ല. ഒരു ഘട്ടത്തിൽ സിനിമയിൽ നിന്ന് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ സിനിമ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു അഭിനയത്തിന്, അതിപ്പോൾ സീരിയൽ തന്നെ ആണെന്നില്ല, നാടകമായാലും വേറെ ഏതെങ്കിലും മേഖലയിൽ ഈ അഭിനയവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. മറ്റു വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ പോവാറില്ല. ഇപ്പൊ മുമ്പോട്ട് ഇപ്പോൾ പണ്ടൊക്കെ കുറേ അധികം ഈ വില്ലൻ വേഷങ്ങളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഭയങ്കര സ്വിച്ച് ചെയ്തിട്ട് കുറേ അധികം വെറൈറ്റി വേഷങ്ങൾ ഇപ്പൊ ചെയ്യാറുണ്ട്. ഇതില് വില്ലൻ വേഷമാണോ? ഇതില് വില്ലൻ വേഷമാണോ? കൊടും വില്ലൻ. വയലൻസ് ഉണ്ടോ? അതാണ് ചുവപ്പ് കളറൊക്കെ കൊടുത്തേക്കുന്നത്. എനിക്ക് സെന്തിൽ ചേട്ടനെ കണ്ടപ്പോഴും ഓർത്തൊരു കമ്മട്ടിപ്പാടത്തിലൊരു വിനായകൻ വൈബൊക്കെ ഉണ്ട് നോക്കുമ്പോൾ. അച്ഛനും മോനും കൂടെ ഉള്ളൊരു വയലൻസ് ആണോ അരിക്? ആണോ? പറഞ്ഞ സസ്പെൻസ് പോയി. ഞാൻ എങ്ങനെയും അവിടേക്ക് എത്താൻ ശ്രമിക്കും, പക്ഷെ പറയത്തില്ലല്ലോ. ധന്യക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അരിക് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു അരിക് എക്സ്പീരിയൻസ്? ഭയങ്കര ആരാ കാസ്റ്റ് ചെയ്തത്? സജസ്റ്റ് ചെയ്തെന്ന് പറയാൻ പാടില്ല. സജസ്റ്റ് ചെയ്തതാരാണ്? ഇവര് ഭയങ്കര സപ്പോർട്ടീവ് വന്നു അല്ലേ? ധന്യനെ ആദ്യം തന്നെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് രണ്ടുപേരും 2 സൈഡിൽ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും ധന്യ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. ആദ്യമാണെങ്കിൽ അങ്ങോട്ട് രഹസ്യം പറയുന്നു, ഇങ്ങോട്ട് രഹസ്യം പറയുന്നു. ഭയങ്കര അങ്ങനെ തന്നെയായിരുന്നു. മോളെ പോലെ എല്ലാവരും അങ്ങനെയാണോ ട്രീറ്റിംഗ് ഒക്കെ? ആലോചിക്കണം, എനിക്ക് സത്യം പറയാൻ ആലോചിക്കണം. മൂന്നാമത്തെ ഓപ്പറേഷൻ ജാവ, പിന്നെ ആണ്ടാൾ, പിന്നെ ഓക്കെ. ഇർഷാദിക്ക് ആദ്യമേ സനു ചേട്ടൻ്റെ വർക്ക് റിലേറ്റഡ് സംസാരിക്കുന്നത്, പിന്നെ സനു ചേട്ടനായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് അയച്ചിരുന്നതും വായിക്കുന്നതും ഓവറോൾ ഭയങ്കര ഒരു ക്ലോസും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അരിക്. ലക്നൗവിൽ കുറച്ച് നല്ല ടൈം ഉണ്ടായിരുന്നു നമുക്ക് ഷൂട്ട്. ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അല്ല മീൻസ് അങ്ങനെയാണ്. ഇപ്പൊ സനോജി സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കേണ്ട കൂട്ടത്തിൽ ഞാൻ ഈ ക്യാരക്ടർ എനിക്ക് ധന്യ അതിന് മുമ്പ് അറിയാവുന്ന. ഇപ്പം സനോജിനോട് സനോജ് പറഞ്ഞു കൊള്ളാം, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ സനോജ് ധന്യയായിട്ട് സംസാരിക്കുകയും അത് ഇന്നാവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ധന്യയുടെ ഒരു ക്യാരക്ടർ, ധന്യ എവിടെയാണ് ഒരാൾ എങ്കിൽ അവിടുത്തെ ഒരാളായി മാറും. അതിന് ഒരു നടിയായിട്ട് മാറിയിരിക്കൊന്നുമല്ല, കൂട്ടത്തിലെല്ലാവരും കൂടെയും കളിച്ചും ചിരിച്ചും അല്ലേ, ക്ലാപ്പോടൊക്കെ ഡയറക്ടർ പറയല്ലേ, ക്ലാപ്പ് വരെ ചെയ്യും. നിങ്ങൾക്കെപ്പോഴും തോന്നാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സെന്തിലിന്റെ മകനായിട്ട് എങ്ങനെയാണ് ഞാൻ വരിക എന്നുള്ളത് അത് ഭയങ്കര ഒരു സിനിമയുടെ ഏറ്റവും കീ ആയിട്ടുള്ളൊരു
സാധനമാണ്. മിസ്റ്ററിയാണ് അതെ. സിനിമ കണ്ടു അത് തന്നെ അറിയണം. അതെ, അത് പറയാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ള പറഞ്ഞ് അതിന് കൃത്യമായിട്ട് സനോജിന് റീസൺ ഉണ്ട്. റീസൺ ഉണ്ട്. അതൊരു ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അതെ അതെ അതെ, വെറുതെ സൗഹൃദത്തിനും. ഞാനും സനോജ് ശരിക്കും പറഞ്ഞ നാട്ടുകാരനാണ്. സനോജ് കേച്ചേരിക്കടുത്ത് വേലൂർ എന്ന് പറയുന്നത് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ്. ഞങ്ങളൊരു 5 കിലോമീറ്റർ 5ഒന്നുമില്ല 4 കിലോമീറ്റർ ഉള്ളിലെ ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് മീൻസ് സിനിമയായിട്ടാണ്. ഞങ്ങൾ ഈ സിനിമയുമായിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും കാണുന്നതൊക്കെ. പക്ഷെ ഞാൻ ആ ക്യാരക്ടറിന് വേണമെന്നുള്ളതിന് അതിന് കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു. അല്ലാതെ എൻ്റെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു കാരണങ്ങളും അതിനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും അതെ, തീർച്ചയായിട്ടും. അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു കാസ്റ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിക്ക് ശേഷമാണ് ഒരു സിനിമയിലേക്ക് ചുവട് വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, സ്റ്റഡി എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ ജേർണലിസം ചെയ്യുമ്പോഴും ഒരു സ്റ്റോറി ചെയ്യുമ്പോഴും നമ്മൾ വേറൊരു കഥ ആലോചിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ പല ത്രെഡുകളും പല കഥകളൊക്കെ പല സമയങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കഥയും ഇങ്ങനെ ഒരു ലോകവും ഒരു പക്ഷേ മലയാളത്തിൽ ആ രീതിയിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റായിട്ട് വന്നിട്ടുള്ളത് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതേസമയം മറ്റ് ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. പക്ഷേ സിനിമ ഉണ്ടാവാം, നോവൽ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അതിന്റെ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ അത് നടക്കുന്ന ജോഗ്രഫിക്കൽ അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു പക്ഷേ അധികം പരിചയമില്ലാത്തൊരു സ്ഥലത്താണ്. അപ്പോൾ അതെല്ലാം ഇതിനകത്തൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു എലമെന്റ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ആ ക്യാരക്ടേഴ്സ് നമ്മളെ ട്രിഗർ ചെയ്യും. നമ്മളൊരു ക്യാരക്ടർ കൺസീവ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണല്ലോ. അത് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ ആർട്ടിസ്റ്റുകളെ ആലോചിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇർഷാദിനെയും സെന്തിലിനെയും ധന്യൊക്കെ അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ ഒരു കാസ്റ്റും കൂടി നടത്തിയിട്ടുണ്ട്. അതാരാ? റോണിയുടെ. ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ്. എൻ്റെ മോളെ, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളത് എനിക്ക് റോണി അല്ലാതെ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വേറെ ആരും കാണാനേ പറ്റുന്നില്ലായിരുന്നു സത്യത്തില്. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നല്ലേ, എന്ത് കറക്റ്റ് മീറ്റർ ആയിരുന്നു. അതിനൊരു സ്ഥലം വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു കുന്നംകുളമൊക്കെ ആയിരിക്കും ആ കഥാപാത്രം ഉണ്ടാവുക. അല്ല, കുന്നംകുളത്താണ് ആ കഥാപാത്രം. പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ കഥാപാത്രം ഉള്ളത്, കുന്നംകുളത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ റോണി കറക്റ്റ് അവൻ്റെ ക്യാരക്ടറിൽ അതുണ്ട്, അവൻ്റെ മാനറിസത്തിൽ അതുണ്ട്, മൊത്തം റോണിയിലുണ്ട് ആ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഭയങ്കര കാസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? റോണി ഭയങ്കര രസമായിട്ട് അതാ പറഞ്ഞത്. റോണി അഭിനയിക്കേണ്ട കാര്യമില്ല അത് ശരിക്കും പറഞ്ഞാൽ. റോൺ ചേട്ടൻ നോർമലി പെരുമാറിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ക്യാരക്ടർ ഇതാന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് നോർമലി നിന്ന് ആക്ട് ചെയ്താൽ തന്നെ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കൊടുക്കുന്ന ക്യാരക്ടറിൽ. ഇപ്പൊ മൊത്തത്തില് വളരെ ആപ്റ്റായ ഒരു എന്തായാലും നമ്മുടെ ക്യാരക്ടർ ഇപ്പൊ നമ്മളെ ഈ സിനിമയുടെ ക്യാരക്ടറിന് റോണി കൃത്യമാണ്. ഒരു മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, വ്യത്യാസമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ധന്യനെ ഞാൻ കാണുന്നത് ട്രിവാൻഡ്രത്ത് നമ്മള് എന്താണ് കഫേ കോഫിയുടെ അവിടെ കാണുകയാണ് പറയാൻ വേണ്ടി. ഭയങ്കര റിയാലിറ്റി കൊണ്ടുവരുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതും. എല്ലാ റോളുകളും ഇങ്ങനെ ചൂസ് ചെയ്തെടുക്കുന്നതാണോ അതോ ധന്യക്ക് ഇങ്ങോട്ട് വരുന്ന റോൾസ് ഇതുപോലെയുള്ളതാണോ അല്ലെങ്കിൽ അല്ലാത്തതും വരാറുണ്ട്. പിന്നെ ചൂസ് ചെയ്ത് എടുക്കാറുണ്ട്, വരുന്നതിൽ ചൂസ് ചെയ്ത് എടുക്കാറുണ്ട്. ചിലത് എന്തായാലും റെപ്പിറ്റീഷൻസ് തോന്നുന്നത് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ആൻഡ് അത്രത്തോളം ഭയങ്കരമായിട്ടും ചെയ്യാൻ തോന്നുന്നത് ചെയ്യുന്നുണ്ട്. രസമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് ഇനിയും. അത് ബൈ ടൈം ആഗ്രഹിക്കുന്ന പോലുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടോ? അങ്ങനെയല്ല, നമുക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലേക്കുള്ള നമ്മുടെ ഒരു ജേർണി കറക്റ്റ് ആയിട്ടുള്ള വേയിലാണോ ഫാസ്റ്റ് ആയിട്ടാണോ പോകുന്നത്? ട്രാക്ക് ക്ലിയർ ആണോ? അല്ല, അങ്ങനെ ഫാസ്റ്റ് ആയിട്ടൊന്നും പോകണ്ട. ഇങ്ങനെ രസമായിട്ടുള്ള വർക്ക്സ് ചെയ്യുക, കുറച്ച് രസമായിട്ടുള്ള ഇതുപോലെ നല്ല സ്നേഹമുള്ള ആൾക്കാരുടെ കൂടെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ധന്യ ക്യാരക്ടേഴ്സിനെ കാണുന്ന തരത്തിൽ ആക്ടിങ്ങിനെ കാണുന്ന രീതിയിൽ തന്നെ വളരെ രസകരമായി ചൂസ് ചെയ്തിട്ട് ക്യാരക്ടേഴ്സുമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തോന്നുമല്ലേ? ക്യാരക്ടേഴ്സ് എല്ലാം ഒരു സ്പെസിഫൈഡ് ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ധന്യ അറിയുന്നത്. ധന്യയുടെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു യുണീക്നെസ്സോ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പല സിനിമ. ധന്യ ആലോചിക്കും ആണോ? അതുകൊണ്ടാണ് ധന്യ അറിയുന്നത്. അല്ല, ആ ക്യാരക്ടേഴ്സ് ആ ക്യാരക്ടേഴ്സ് എല്ലാം ഇപ്പൊ ഓരോ ക്യാരക്ടർ എടുത്താലും എല്ലാം നമ്മളോട്
പല കാര്യങ്ങളും സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതെ, പുറത്ത് ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പുരുഷൻ അതൊക്കെ പറയും അരികിലേക്ക് വരുമെന്ന് പറയും. എന്തിനാണ് 10 പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ, അത് വേറെ കാര്യം. നമ്മുടെ കാവ്യമാധവൻ ഉണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട കാവ്യമാധവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് ചെറിയ റോളായാലും വലിയ റോളായാലും ഭയങ്കര റെസ്പെക്ട്, ഇപ്പം ധന്യനെയൊക്കെ പോലെ ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് സിനിമയിൽ. ഇപ്പോൾ കാവ്യമാധവൻ സിനിമയിൽ നമുക്ക് അങ്ങനെ കാണാൻ കിട്ടുന്നില്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട കാവ്യ ചേച്ചി അങ്ങനെ കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ കാവ്യ ചേച്ചിയുടെ കൂടെ ഒത്തിരി നല്ല വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് മാത്രമല്ല, നീലേശ്വരംകാരി കാവ്യമാധവനെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ല ഇർഷാദിക്കാടെയും ഒരു അഭിപ്രായം? വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് അഭിനയിക്കാൻ. ഞാൻ നായികയായിട്ട് ഇപ്പോൾ ഭക്തിയാരങ്ങളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ തന്നെയാണ് ഞാനും പ്രിയാനന്ദനും എൻ്റെ സുഹൃത്താണ്, സനോജിനെ പോലെയുള്ള സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് കഥ പറയുന്നതും സെറ്റിലുള്ള ബിഹേവിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് താരതമ്യേന പുതിയൊരാൾ, മീൻസ് അങ്ങനെയല്ല നായക വേഷത്തിലൊന്നും ചെയ്യാനുള്ള, അതിന് മുമ്പ് മീര ജാസ്മിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് ഉണ്ടാക്കുന്ന ഒരു നായകനെന്നല്ല. പക്ഷേ അവർ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് പല കാര്യങ്ങളും ഇർഷാദ് അങ്ങനെ അല്ല കേട്ടോ, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ സജഷനും പറയാം. പിന്നെ തീർച്ചയായിട്ടും അടുത്ത ഒരു ചെറിയൊരു സെഗ്മെന്റ് ആണ്, അരികെ എന്ന് തന്നെയാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേരും. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് 3 ക്വസ്റ്റ്യൻ. അല്ല, അരികെ നമ്മുടെ സിനിമ, അരികെ എന്നാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, നിങ്ങളുടെ പേര് ഞാൻ കട്ടെടുക്കരുതല്ലോ, കാരണം ഒരു അക്ഷരം അങ്ങോട്ട് കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളപ്പോൾ അത് ഷെയർ ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാകുന്ന ഒരാൾ? അമ്മ. എല്ലാവർക്കും അത് എനിക്ക് അമ്മയാണ്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയാം. എനിക്ക് അമ്മ മരിച്ചുപോയി. സുഹൃത്തുക്കളാണ് എൻ്റെ സുഹൃത്തുക്കൾ 10 വർഷമായി അമ്മ മരിച്ചിട്ട്. അതല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത സുഹൃത്തുക്കളോട് അങ്ങനെ ഷെയർ ചെയ്യാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മളെ. നമ്മൾ ആ കാര്യത്തിൽ ബ്ലെസ്ഡ് ആണ്. അതെ, നമ്മുടെ സർക്കിൾ ഉണ്ട്, തീർച്ചയായും നല്ല സുഹൃത്തുക്കളുണ്ട്, ചെറുതാണെങ്കിലും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള. അത് മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സൗഹൃദമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും എന്ത് കാര്യത്തിന് വിളിച്ചാലും സൗഹൃദം, എപ്പോൾ ആരോടും ഷെയർ ചെയ്യാവുന്നതും സുഹൃത്തുക്കളോടായിരുന്നു. നമുക്ക് സന്തോഷമുള്ളത് മാത്രമല്ല, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഏറ്റവും കൂടുതൽ ആദ്യം വിളിക്കുക സത്യം പറഞ്ഞാൽ അതൊരു ഫാക്ട് ആണല്ലേ, നമ്മൾ ആദ്യം വിളിക്കുന്നത് ഫ്രണ്ട്സിനെ തന്നെയായിരിക്കും. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, സബ്ജക്റ്റിന്റെ വിഷയം. ഇപ്പൊ അമ്മയോട് പറയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ അല്ല, ഫ്രണ്ട്സിനോട് പറയില്ലെന്നല്ല, ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് അമ്മ ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ടുള്ള ആളാണ്, അത് മാറി മാറി ഇരിക്കുമല്ലോ. ആസ് എ ഡയറക്ടർ ഓഫ് അരിക്, ഇതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും എന്ത് കാര്യം വന്നാലും സനോജേട്ടൻ ആദ്യം ഫോൺ എടുത്ത് വിളിക്കുന്ന ആരെയാ? കൺട്രോളർ മുരുകനായിരുന്നു. അപ്പൊ മുരുക എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി മുരുക ഫോണിന് ഫോണായി മുകളിലേക്ക് അതുമായി. ഇതെനിക്ക് അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ ഇന്നത്തെ കാലത്തെ ആൾക്കാർ ഈ ഒരു ഇങ്ങനത്തെ ഒരു കാരണം ഇപ്പോഴത്തെ ആൾക്കാർ ഭയങ്കര വ്യത്യസ്തത. എങ്ങനത്തെ പൊളിറ്റിക്കലി ഇതൊരു പൊളിറ്റിക്കൽ മൂവിയാണ്. അതെ, ഇന്നത്തെ കാലത്ത് ഈ ആൾക്കാർ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ എന്ന് പറയാൻ വന്നു. എങ്ങനത്തെ പൊളിറ്റിക്കൽ പിടികിട്ടും. ഓക്കെ, അതായത് ഫണ്ണായിട്ടുള്ളതും വയലൻസ് ഉള്ളതും അങ്ങനെയൊക്കെ ഭയങ്കര വ്യത്യസ്തതകൾ ആൾക്കാർ എടുക്കും. അരികെ പോലത്തെ ഒരു വിഷയം ഇന്ന് പറയേണ്ടതുണ്ട്. മലയാള സിനിമകൾ ആ രീതിയിലുള്ള സിനിമകൾ ധാരാളം മലയാളത്തിൽ ഉൾപ്പെടെ വരുന്നു. തമിഴിൽ എത്രയോ നല്ല സിനിമകൾ, എത്രയോ സിനിമകൾ വരുന്നു, എത്രയോ എക്സ്പെരിമെന്റൽ ആയ സിനിമകൾ വരുന്നു. ഇത് ഒരു എക്സ്പെരിമെന്റൽ സിനിമയല്ല, അതൊരു സാധാരണ രീതിയിലുള്ള സിനിമയാണ്. തമിഴിൽ നമ്മൾ ഇപ്പോൾ അല്ലേ മാരി സെൽവരാജിന്റെ സിനിമ, അല്ലെങ്കിൽ പാരഞ്ജിത്തിന്റെ സിനിമ. ഇത് ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു സമൂഹത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. വെട്രിമാറിന്റെ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അരികും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ഒരു കലാപത്തിലേക്ക് വരും. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ ഒരു കലാപം നടക്കുന്നുണ്ടല്ലോ ഇപ്പോ. പിന്നെ ഇർഷാദൊക്കെ ചിരിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. അരികിനെ പറ്റി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ 2 അക്ഷരം ഞാൻ മിണ്ടൂലാണ്. ഇർഷാദൊക്കെ ബലം പിടിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇർഷാദിനെ പോലെ ഇത്രയും അധികം ക്യാരക്ടേഴ്സ് ചെയ്യല. മാത്രമല്ല എനിക്കൊന്ന് 35-40 വർഷം അല്ല, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. അപ്പോൾ അത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടിയാണ് ഇർഷാദ്. ഇപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പറയുന്നു നിങ്ങൾ വാങ്ങുന്ന പ്രതിഫലം കൂടുതലാണ്, പഴയ പ്രൊഡ്യൂസേഴ്സ് പറയുന്നു അത്രയും പ്രതിഫലം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കൊടുക്കണ്ടേ? കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൊടുക്കാം. ആ പൈസക്കുള്ള ആൾക്കാരെ വിളിച്ച് അഭിനയിപ്പിക്കട്ടെ. അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ നമുക്കൊരു ഇതുപോലെ ക്യാമറ വാങ്ങണം എന്ന് ആഗ്രഹം. ഞാൻ ഒരു 100 രൂപ ചെന്നിട്ട് കാര്യമുണ്ടോ? അതിന്റെ വില കൊടുക്കണ്ടേ, എന്നല്ല അവർ തരുള്ളൂ. എന്നാലും ഇപ്പോ അവര്
അതിനൊക്കെ ഒരു വിലയുണ്ട്. അതിനനുസരിച്ച് വെറുതെ എനിക്കത് വേണം, ഞാൻ 150 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരില്ലല്ലോ ആരും. അതില്ല. അത്രേ ഉള്ളൂ അതിന്റെ പക്ഷെ കാര്യം. എന്നാലും സൂപ്പർ സ്റ്റാറുകളെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ടാവില്ലേ? സൂപ്പർ സ്റ്റാറുകൾ വെച്ചിട്ട് ഇവിടെ സിനിമ ഉണ്ടാവുന്നുണ്ടല്ലോ. മാത്രല്ല ഇപ്പൊ ഈ പഴയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന അവരൊത്തിരി നല്ല സിനിമകൾ നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. അതിന്റെ പേരിൽ അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഇനി സിനിമകൾ സമ്മാനിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? പുതിയ ആൾക്കാർ സിനിമകൾ സമ്മാനിക്കുന്നുണ്ടല്ലോ. പഴയ ആൾക്കാർക്കും ആഗ്രഹം ഉണ്ടാവും. ചെയ്തോട്ടെ, ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ പറയാം, വളരെ സിമ്പിളായിട്ട് പറയാം. കുട്ടി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ, സുരേഷ് ഏട്ടനെ പറ്റിയിട്ടല്ലേ ചോദിക്കുന്നത്. ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന കാലത്ത് സുരേഷ് ഏട്ടൻ, മെനക സുരേഷ് എന്ന പേരിലാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. രേവതി കലാമന്ദിർ എന്ന് പറയുന്ന ബാനറാണ്. ആ സിനിമയുടെ കാലത്ത് മോഹൻലാലിന് ഞാൻ ഇത്രേ പൈസ കൊടുത്തിട്ടുള്ളൂ, എനിക്കിപ്പോഴേ ഇത്രേ പൈസ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? അതില്ല. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. മോഹൻലാലിൻ്റെ വില ഇത്ര ആയിട്ടുണ്ടാവും, മമ്മൂട്ടിക്ക് ഇത്ര, പൃഥ്വിരാജിന് ഇത്ര ആയിട്ടുണ്ടാവും. അതനുസരിച്ച് കൊടുത്ത് സിനിമ എടുക്കാൻ തയ്യാറാവുന്ന ആളുകളോട് സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടി പറയാം, ഈ നടൻ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അനാവശ്യമായ കുറേ വിവാദങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ നാഥനില്ലാത്ത കളരിയാണ് അമ്മ എന്നുള്ള പ്രയോഗമൊക്കെ നടത്തി. അതിൻ്റെ കാര്യമൊന്നുമില്ല. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് മറ്റേ ഷോ നടത്തിയിട്ട് കോടികൾ ചിലവാക്കിയത് ഈ കമ്മിറ്റിയാണ്. പിന്നെ എങ്ങനെയാണ് അത് നാഥനില്ലാത്ത കളരിയാവുന്നത്? അപ്പോൾ അത് വെറുതെ ആവശ്യമില്ലാതെ എന്തൊക്കെയോ അതെ, നമ്മൾ അതുകൊണ്ടാണ് ഇത്തരം വിവാദങ്ങളിലേക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, അരികിലേക്ക് വരൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതൊരു ഉണ്ടയില്ല വെടി പോലെ ഇങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യമാണ് അതിൽ. അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, ഒരു ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണല്ലോ അതിൻ്റെ. ലിഷിൻ ഷീഫും ഒരു മധ്യസ്ഥ രീതിയിൽ പത്രസമ്മേളനം നടത്തുന്നു. പിന്നെ സമരം നടന്മാരോടല്ല, ഞങ്ങൾക്ക് ഗവൺമെന്റിനോടുള്ള ഇതാണെന്നുള്ള രീതിയിൽ വേറെ പ്രസ്താവന വരുന്നു. ക്ലാരിറ്റി പോലും ഇല്ല ഇതിൻ്റെ കാര്യം. അതങ്ങനെ നടക്കട്ടെ. അതിന് എല്ലാ കാലത്തും ഉള്ളതാണ് അതൊക്കെ, ഈ വിവാദങ്ങളും സംഭവങ്ങളും. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിന്റെ വഴിയിൽ നടക്കുന്നത്. സിനിമയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വഴക്കാന്ന് പറഞ്ഞാലും ഞങ്ങളുടെ അരികെ റിലീസ് ആവാൻ പോവാണ്. ഒരു അരികെ വെച്ചിട്ട് മാത്രമല്ല ഈ സംസാരിക്കുന്നത്. നമ്മൾ ഇനിയും ഇൻഡസ്ട്രിയിൽ ഇതിലൂടെ ജോലിയെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇതിപ്പോൾ നമ്മുടെ അരികിൻ്റെ പ്രൊമോഷനായിട്ട് വന്നത്. സിനിമാ വ്യവസായം വിവാദങ്ങളുണ്ടാവും, പല പ്രസ്താവനകളുണ്ടാവും, പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേനക സുരേഷ് ഏട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മമ്മൂട്ടി വിളിച്ചിരുന്നു, ദിലീപ് വിളിച്ചിരുന്നു, സുരേഷ് ഗോപി വിളിച്ചിരുന്നു, മോഹൻലാൽ വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. കാരണം എനിക്ക് അയാളോട് വഴക്കില്ല. പിന്നെ ഞാൻ ഫോണിൽ സംസാരിച്ച് വെറുതെ എന്തിനാ മോശം വർത്തമാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയാണ്. ഇത്ര ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ചെറിയ ഇൻഡസ്ട്രിയിലകത്തുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. ഇതൊന്നും സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടുള്ള സിനിമയായിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയിലെ ബാധിക്കുന്നത്. പൊതുസമൂഹത്തിൽ അല്ലേ, പൊതുസമൂഹത്തിൽ. നമ്മൾ 20 വർഷം മുമ്പത്തെ റെമുനറേഷനിലാണോ നിങ്ങളോ ഞാനോ വേറൊരാളോ? അന്നത്തെ മീഡിയയുടെ രീതിയാണോ ഇപ്പോൾ? ഒരിക്കലുമേ അല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് സിനിമയിലും മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. അതൊന്നും എത്ര ആഘോഷിക്കാൻ മീഡിയാസ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾ അറിയുന്നു ഇതിനൊരു മാധ്യമം ഉള്ളത് കൊണ്ട്. അല്ല, ഈ ലോകം മാറുന്നതിനനുസരിച്ച് അതിന്റെ ഇസ്തെറ്റിക്സും സെൻസിബിലിറ്റി ഒക്കെ മാറുന്നുണ്ട്. നമ്മൾ കാണുന്ന സിനിമകളുടെ എക്സ്പോഷർ കൂടിയില്ലേ? നമ്മൾ വിദേശത്ത് നിന്ന് എത്രയോ വെബ് സീരീസ് കാണുന്നുണ്ട്. ആ സാധ്യതകൾ കൂടി. OTT ഒരു സമയത്ത് പ്രശ്നമെന്ന് പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല. OTT-യിലൂടെ അല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തിയേറ്റർ കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കും. ഇതിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ടൊന്നും ലോകം മാറാതെ നടക്കാൻ പോകുന്നില്ല. ശരിയാണ്, തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ മാറ്റങ്ങൾ വരട്ടെ. അരികെ എന്ന് പറയുന്ന സിനിമയുടെ മെസ്സേജ് തന്നെ സൊസൈറ്റിയിലുള്ള മാറ്റങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അരികെ എത്രയും പെട്ടെന്ന് ജനഹൃദയങ്ങളുടെ അരികിലേക്ക് എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.